ഹായ് ഫ്രണ്ട്സ്, ഐ ക്യാൻഡി ക്രാഫ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ലീഫ്, സിമൻറ്റ് കൊണ്ട് എങ്ങനെ ഒരു ലീഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. പലരും ഇതിനു മുൻപ് യൂട്യൂബിൽ ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്യണത്. ഇത് ചെയ്യാനായിട്ട് അധികം മുതൽ മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് 1 കിലോ സിമെൻറ്റിന് ആകെ വില 10 രൂപയുള്ളൂ. പിന്നെ നമ്മുടെ തൊടിലൊക്കെ ഉണ്ടാകും ഇല. അപ്പോൾ ഏത് ഇലയെന്ന് വെച്ചാൽ ചേമ്പിൻ്റെ ഇല, ഇതുപോലത്തെ ഷേപ്പുള്ള ഇലകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് അധികം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവമേ അല്ല. ജസ്റ്റ് ഒരു 10 രൂപ മുടക്കിയാൽ നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല, നമ്മളൊക്കെ ഒരുപാട് സമയം വെറുതെ വേസ്റ്റാക്കി കളയുന്ന ആളുകളാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിനധികം ചിലവില്ല, ഞാൻ ആദ്യം പറഞ്ഞു. വെറും 10 രൂപയ്ക്ക് 1 കിലോ സിമൻറ്റ് കിട്ടും. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇലകൾ നമ്മളെ തൊടുത്ത് തന്നെ ഉണ്ട്, വേറെ എവിടേക്കും പോകണ്ട. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്താ പറയുക, ചില ആളുകൾക്ക് മടി ഉണ്ടാകും, കയ്യുമ്പോൾ സിമൻ്റ് ആവുമോ, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുന്നത് ഒരു മോശമല്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള ഒരു കഴിവിനെ അത് തടഞ്ഞു വെക്കാണ്. ഒരു മടി പിടിച്ചിട്ട് അവിടെ നമ്മൾ ഏതെങ്കിലും ടിവിൻ്റെ മുന്നിലൊക്കെ ഇരുന്ന് വെറുതെ സമയം കളയും. ഇതുപോലെ നമ്മളുണ്ടാക്കിയൊരു ക്രാഫ്റ്റ്, അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ, അല്ലെങ്കിൽ ഒരു ഡൈനിങ് ഹാളിലോ എവിടെയെങ്കിലും കാണുന്ന നമ്മുടെ ബെഡ്റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കണക്കാളും ഒരുപാട് സന്തോഷം തോന്നും. കാരണം നമുക്ക് ഇതാരെങ്കിലും കണ്ടിട്ട്, നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുന്നതാണ്. അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് ഇത് ആര് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ചെയ്തത്, വളരെ നന്നായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു കമൻറ്റ്, അവരുടെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. അപ്പോൾ അത്തരം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് മേടിച്ചെന്ന് ചോദിക്കുള്ളൂ. അതിനപ്പുറം നമുക്ക് വേറെ ഇതിനൊന്നും കിട്ടാനില്ല. പക്ഷെ നമ്മളുണ്ടാക്കിയൊരു സാധനം മറ്റുള്ളവർ നമുക്ക് അതിനെക്കുറിച്ചിട്ടൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായമാണ് നമുക്ക് ഏറ്റവും കിട്ടാൻ പോകുന്നൊരു അവാർഡ് എന്ന് പറയുന്നത്, അതായത് ഒരു അംഗീകാരം. അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഞാനിത് കുറച്ച് മണൽ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കവറിൻ്റെ അകത്താക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ കവറിനെ നമുക്ക് ഷേപ്പാക്കി മാറ്റി ഈ കവറിൻ്റെ ആ ഷേപ്പിൻ്റെ മുകളിൽ ഇല വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു കവർ ഇങ്ങനെ മണൽ നിറച്ചിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇല സെലക്ട് ചെയ്യുക. ഇതുപോലത്തെ കുറച്ച് ഷേപ്പൊക്കെ ഉള്ള ഇല സെലക്ട് ചെയ്യാൻ വെച്ചാൽ ഒന്നും കൂടി നന്നാവും. എനിക്ക് കിട്ടിയത് ഈ ഒരു ഇലയാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ വെക്കുന്ന പോലെ വെക്കുക. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊക്കെ അമർത്തി ജസ്റ്റ് ഷേപ്പൊക്കെ നമ്മൾ ഐഡിയൊക്കെ നമ്മൾ ചെയ്യാം. ഓക്കെ, വെറുതെ ഇരുന്ന് സമയം കളയണ്ടല്ലോ, വെറുതെ നമ്മൾ ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തോ നമ്മൾ ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും ഇങ്ങനെ സിമൻറ്റ് കൊണ്ട് നമ്മൾ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇടുക. അതുപോലെ പറ്റുന്നല്ല നമുക്ക് മാസ്ക് എന്തായാലും ധരിക്കുക. കാരണം ഇതൊക്കെ കെമിക്കലാണ്. അപ്പോൾ ശ്വസിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അസുഖമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാസ്ക് ധരിച്ചിട്ട് വേണം നമ്മളിതിന് ഇറങ്ങണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കയ്യിലൊക്കെ ഗ്ലൗസ് ഇട്ടില്ലാന്നുണ്ടെങ്കിൽ ചെറിയ മുറിവൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് സിമെൻറ്റ് എടുക്കുക. ഞാൻ സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു അളവൊന്നും കൃത്യമായിട്ടില്ല, ഒരു ഏകദേശം കണ്ടിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളനുസരിച്ച് എടുക്കുക, കുറച്ച് എടുക്കുക, അല്ലാതെ ഓവറായിട്ട് എടുക്കണ്ട. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വെള്ളം പറഞ്ഞിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് ലൂസാവരുത്. നമുക്ക് കുറച്ച് ഒരു ഓവർ ടൈറ്റും അല്ല ഓവർ ലൂസും അല്ല, ആ ഒരു രൂപത്തിൽ വേണം നമ്മളത് കുഴച്ചെടുക്കാൻ. ഒരുപാട് ലൂസാവരുത്, കാരണം ഒലിച്ച് പോയി കഴിഞ്ഞാൽ അത് വൃത്തികേടാവും. ഒലിച്ച് പോകാൻ പാടില്ല. നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ വെക്കുമ്പോൾ ഒലിച്ച് പോകാൻ പാടില്ല. ആ രൂപത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. മിക്സ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ കയ്യിൽ ഗ്ലൗസ് ധരിക്കണം, കാരണം അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ മുറി വരാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ,
ഓക്കെ, ക്യാമറ റെക്കോർഡാണ്, അല്ലെങ്കിൽ പണി പാളി. ഓക്കെ, ഇനി ഞാൻ ഇല വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ സിമൻറ്റ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ വീട്ടിലൊക്കെ ഇല പരത്തി എന്ന് പറയും ഞങ്ങളവിടെ, ഇങ്ങനെ ഇല അതുപോലെയാണ് ഇതിൻ്റെ പരിപാടി, വേറെ ഒന്നുമില്ല. ഇങ്ങനെ പരത്തി കൊടുക്കുക, ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് പരത്തി കൊടുക്കുക. നമ്മൾ ഈ ഇല പരത്തിയൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ അതിൻ്റെ ഷേപ്പ് ആ ഒരു അപ്പത്തുമ വന്നിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് ഈ ഒരു പ്രോസസ്സിങ്ങും, വേറെ ഒന്നുമല്ല. ഓക്കെ, ഇങ്ങനെ പരത്തി കൊടുക്കുക. ജസ്റ്റ് എല്ലാ ഭാഗത്തും കവർ ചെയ്യേണ്ട ഭാഗത്ത് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഓവർ കനം പാടില്ല, എന്നാൽ ഇച്ചിരി നൈസാവാനും പാടില്ല, സ്ലിം ആവാനും പാടില്ല, പൊട്ടിപ്പോവും. ഒരു മീഡിയം ലെവലിൽ. നിങ്ങളുടെ കയ്യിൽ എന്താണോ, ഞാൻ ചെയ്യുന്നത് സ്പൂൺ കൊണ്ടാണ്, ഒഴിവാക്കിയ സ്പൂണൊക്കെ വെച്ചിട്ട് ചെയ്യുക. ഓക്കെ, മാക്സിമം എല്ലാ ഭാഗത്തും കവറാണ് രൂപത്തിൽ സിമൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒലിച്ചിറങ്ങരുത് ഒരു കാരണവശാലും. ഇനി ഒലിച്ചിറങ്ങിയാൽ തന്നെ നമ്മൾ ലാസ്റ്റിൽ ഇതിങ്ങനെ ഷേപ്പ് ആക്കും കേട്ടോ, കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ ഒരു കാര്യം, സാവകാശം ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണ്ട വിചാരിച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ചെയ്ത് ഫിനിഷ് ചെയ്ത് വെക്കുക. 24 hours ഉണങ്ങാൻ വേണ്ടിയുള്ള സമയം. ഈ 24 hours പോയിട്ട് പൊക്കി നോക്കാനൊന്നും നോക്കരുത്, പൊട്ടിപ്പോവും. ഓക്കെ, ഇപ്പോൾ 24 hours കഴിഞ്ഞിട്ടുണ്ട്, 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടി ഇത് പൊക്കിയെടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ മേലുള്ള ആ ഒരു ചെറിയ ചെറിയ ഗ്രെയിൻസൊക്കെ ഇങ്ങനെ ഒഴിവാക്കുക. കത്തി ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒഴിവാക്കി കളയാം. അതുപോലെ സൈഡിലൊക്കെ എഡ്ജ് കണ്ടില്ലേ, എഡ്ജൊക്കെ സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ഫിനിഷ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ പൊക്കി വെക്കാം. മെല്ലെ പൊക്കാവും, ഒരുപാടൊന്നും പൊക്കിയിട്ട് പെട്ടെന്ന് പൊക്കരുത്, പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ എഡ്ജ് മാത്രമേ ഒരു ഫിനിഷിങ് അല്ലാതെ തോന്നണുള്ളൂ. അത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മളെന്ത് ചെയ്യുക, ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി സാൻഡ് പേപ്പർ കിട്ടും, അത് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ നന്നായിട്ട് വരച്ച് ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഉള്ളിലെ നമ്മൾ ആ ഇല വെച്ചില്ല, ആ ഇല നമുക്ക് പതുക്കെ റിമൂവ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ നൈഫ്, ഈ തെർമോക്കോൾ കട്ട് ചെയ്യുന്ന നൈഫോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത് പൊക്കിയെടുക്കണം. അതുപോലെ നമ്മൾ ഇത് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് മെല്ലെ വേണം, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ പൊട്ടിപ്പോകാൻ വേണ്ടി ചെയ്തത് കാരണം സങ്കടമായി പോകും. കാരണം 24 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് നമ്മൾ സാധനം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ സങ്കടം അത് ഉണ്ടാക്കിയ ഒരാൾക്കേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ആ ഇല നമ്മളെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ മെല്ലെ ചെയ്യുക. ഇനി നമുക്ക് ഒരുപാട് പണിയുണ്ട്. കാരണം ഇതിൻ്റെ എഡ്ജൊക്കെ നമുക്ക് നല്ല ഫിനിഷിങ് ആക്കണം. ആ ഫിനിഷിങ് വരുത്തുമ്പോഴുള്ള ആ ഇലൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ മെല്ലെയാണ് വീടുന്നത്, വീഡിയോ സ്പീഡാക്കിയതാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഫിനിഷിംഗ് ആയി. ഇനിയും നമ്മളിത് ഫിനിഷ് ചെയ്താൽ എത്രത്തോളം നമ്മൾ ഫിനിഷ് ചെയ്യണോ അത്രത്തോളം ഇതിൻ്റെ ഭംഗി കൂടുകയുള്ളൂ. എഡ്ജൊക്കെ ഒന്നും കൂടി സ്മൂത്താക്കിയാൽ ഒന്നും കൂടി നല്ല ഭംഗി കിട്ടും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പെയിൻറ്റ് എങ്ങനെ ചെയ്യണം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ.
ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.